പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആത്മാവിൻ്റെ അഗ്നിപ്പെയ്ത്തിൽ ആറാടിയ മനുഷ്യര്, ശിഷ്യന്മാരെ കുറിച്ച് അങ്ങനെയാ പറയണേ. പെന്തക്കുസ്ത കഴിയുമ്പോൾ ആത്മാവിൻ്റെ അഗ്നിപ്പെയ്ത്തിൽ ആറാടിയ മനുഷ്യര്. കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മളോട് പറയുന്നുണ്ട്, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. ഈ തീ ഒന്ന് കത്തിജ്വലിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ തീ കിട്ടിയ മനുഷ്യര് പോയി പറഞ്ഞിടത്തൊക്കെ, സുവിശേഷം എന്നവർ പറഞ്ഞിടത്തൊക്കെ, ക്രിസ്തുവിനെ പറഞ്ഞിടത്തൊക്കെ വലിയൊരു ഭിന്നതയുണ്ടാവുന്നത് നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തു അത് പറയും, നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടാവും, ഭിന്നിച്ചിരിക്കുന്ന 2 പേർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും. കർത്താവ് ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. ഈ ഒരു ഭിന്നത കർത്താവിനെ സ്വീകരിക്കുന്നവരും സ്വീകരിക്കാത്തവരും തമ്മിലുള്ള ഭിന്നതയാണ്. അതൊരിക്കലും ഈശോയോട് ചേർന്ന് നിൽക്കുന്നവരല്ല ഭിന്നതയുണ്ടാക്കുന്നത്, നേരെ മറിച്ച് കർത്താവിനെ സ്വീകരിക്കാൻ മടി കാണിക്കുന്നവരാണ്. വളരെ സിമ്പിളായിട്ട് ഒരു ഉദാഹരണം കാണിച്ചു തരാം. വീട്ടിലേക്ക് ചെല്ല്, സ്വന്തം വീടുകളെ ഒന്ന് ആലോചിച്ച് നോക്ക്. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ഒരാൾ, എല്ലാ ദിവസവും ജപമാല ചൊല്ലും. അയാളുടെ ജീവിതം എങ്ങനെയുള്ളതാക്കോട്ടെ, ചിലപ്പോൾ പൊറുക്കുന്നുണ്ടാവില്ല, ചിലപ്പോൾ പല സുഹൃത്തുക്കളും അയാൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. നമ്മൾ പള്ളിയിൽ പോകാത്ത, ഈശോയോട് ചേർന്ന് നിൽക്കാത്ത പലരേക്കാളും മോശപ്പെട്ട ജീവിതമൊക്കെയാണ് നമുക്ക് തോന്നും. പക്ഷേ ഈ പള്ളിയിൽ പോകുന്ന മനുഷ്യര്, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യര്, കൂദാശകൾ ജീവിക്കുന്ന മനുഷ്യര്, അവരല്ല കുടുംബത്തിൽ ഭിന്നതയുണ്ടാക്കുന്നത്. പ്രാർത്ഥന ചൊല്ലാനായിട്ട് മുട്ടുമ്പോൾ നിൽക്കുന്ന നേരത്ത് ഈ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ ഇഷ്ടമില്ലാത്ത മനുഷ്യരാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് മാറുന്നത്. അവർ തന്നെയാണ് ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണത്തിൽ നിന്ന് മാറി തങ്ങളുടെ തിരക്കുകളിലേക്ക് ഊളിയിട്ടിറങ്ങുന്നത്. കർത്താവിനോട് ചേർന്ന് നിൽക്കാത്ത മനുഷ്യരാണ് ഭിന്നതയുണ്ടാക്കണേ. അങ്ങനെയാണ് കത്തോലിക്ക സഭയിലെ ആദ്യത്തെ ഭിന്നതയുണ്ടായത്. പിന്നീട് പല പല ഗ്രൂപ്പുകളും പല പല പള്ളികളുമൊക്കെ ആയിട്ട് ഇങ്ങനെ സഭ പിളർന്ന് പോകാനായിട്ടുണ്ടായ കാരണം അത് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാത്ത, അവൻ്റെ കൂദാശകളോട് ചേർന്ന് നിൽക്കാത്ത മനുഷ്യരുണ്ടാക്കിയ ഭിന്നത തന്നെയാണ്. 1-ാമത്തെ വായനയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇങ്ങനെ നന്മ ജീവിച്ചിരുന്നവരും തിന്മയിലൂടെ ജീവിതം നയിച്ചിരുന്നവരും. എന്നിട്ട് പൗലോസ്ലീഹ ചോദിക്കും, ആ തിന്മയിൽ ജീവിച്ചിരുന്ന നിങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന ആ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താ തന്നത്? മരണമാണതിൻ്റെ പ്രതിഫലം. എന്നാൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് നിത്യജീവനും കിട്ടുന്നു. ഇതാണ് ഭിന്നത കർത്താവ് പറയണത്. വാളെടുത്ത് 2 പേര് വെട്ടാൻ നിൽക്കുന്നതിനെ കുറിച്ചല്ല, നേരെ മറിച്ച് ഒരാൾ നിത്യനരകത്തിലേക്കും മറ്റൊരാൾ നിത്യജീവനിലേക്കും പോകുന്ന ഒരു വൈരുദ്ധ്യം ഉണ്ടല്ലോ, ഒരേ വീട്ടിൽ നിന്ന് തന്നെ. അവിടെ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയുണ്ടല്ലോ, അതുണ്ടാവുന്ന പറയുന്നത്. കർത്താവിനെ സ്വീകരിക്കാൻ എപ്പോഴാണോ സീരിയസ് ആയിട്ട് ഒരാൾ തയ്യാറാവുന്നത്, കർത്താവിനെ ഇങ്ങനെ അയാളുടെ ഉള്ളിൽ കയറുന്ന ഒരു അഗ്നിയുണ്ട്, ഒരു തീയുണ്ട്. എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ പറഞ്ഞിരുന്നത് പോലെ അവൻ നമ്മളോട് സംസാരിച്ചപ്പോൾ നമ്മളുടെ ഹൃദയങ്ങൾ ജ്വലിക്കുകയായിരുന്നില്ലേ? ഈ ജ്വലനത്തോടുകൂടെ ഒരാൾ ഈ ക്രിസ്തുവിൻ്റെ വാക്കും പറഞ്ഞ ഒരു നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൂട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതേ തീ ഇങ്ങനെ സ്വീകരിക്കാൻ പറ്റുന്ന കുറച്ച് പേരുണ്ടോ? അതേപോലെ തന്നെ ഇതിനെ വല്ലാതെ പുച്ഛിച്ച് അവഗണിച്ച് മാറ്റി നിർത്തുന്ന കുറച്ച് പേരുണ്ടാവും. പൗലോസ്ലീഹയോട് ആ മനുഷ്യർ പറഞ്ഞ കാര്യം അതാണല്ലോ, ഞങ്ങൾ നിൻ്റെ കാര്യങ്ങൾ പിന്നെ കേട്ടോളാം, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാനുണ്ട്, ചെയ്യാനായിട്ടുണ്ട്. അവിടെ ഒരു ഭിന്നത വരുന്നുണ്ട്. ഒരു നാട്ടിൽ തന്നെ കുറച്ച് പേര് ക്രിസ്തുവിൻ്റെ സുവിശേഷം സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ മറ്റുള്ളവരിങ്ങനെ അവരെ തള്ളിക്കളയാൻ മാത്രമല്ല കൊല്ലാൻ പോലും അന്വേഷിച്ച് നടക്കുന്ന കാഴ്ചയുണ്ട്. ക്രിസ്തുവിൻ്റെ മുൻപിലിരിക്കുന്ന 10,000-കണക്കിന് മനുഷ്യരിൽ 60% പേര് പരിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യത്തെക്കുറിച്ച് കർത്താവ് വെളിപ്പെടുത്തുമ്പോൾ അവൻ്റെ മുൻപിൽ നിന്ന് എഴുന്നേറ്റ് പോയതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. ഇങ്ങനെ ഉള്ളു നിറഞ്ഞ അഗ്നിയോടുകൂടെ കർത്താവ് സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ അവിടെ നിൽക്കുന്നവരിൽ ഒരു ഭൂരിഭാഗം പേർക്ക് അത് മനസ്സിലാവുന്നില്ല, അവരെഴുന്നേറ്റ് പോകുന്നു. ക്രിസ്തുവിനെ സീരിയസ് ആയിട്ട് എടുത്ത മനുഷ്യര് അവനിങ്ങനെ അവഗണിച്ച് കളയുന്ന മനുഷ്യര്. ഭിന്നതയുണ്ടായല്ലേ പറ്റുള്ളൂ, പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ നമുക്ക്. കർത്താവെ, ഇങ്ങനെ അങ്ങയെ മനസ്സിലാക്കുന്നവരെ, അങ്ങയുടെ വാക്കുകളുടെ ജ്വലനം ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നവരുടെ എണ്ണം കൂട്ടാൻ മനസ്സാകണമേ.
നമ്മളുടെ വാക്കുകളുടെ അഗ്നി കൊണ്ട്, ഉള്ളിൽ ജ്വലിക്കുന്ന സ്വർഗീയ രഹസ്യങ്ങളുടെ തീ കൊണ്ട് കൂടെയുള്ളവരെ കൂടെ ജ്വലിപ്പിക്കാനായിട്ടുള്ള നിയോഗവുമായിട്ട് ഇറങ്ങുമ്പോൾ എല്ലാവരെയും കിട്ടിയെന്ന് വരില്ല. ഒരാളിലേക്കെങ്കിലും ഈ അഗ്നി പടരാൻ ഒന്ന് പകർത്തി കൊടുക്കാൻ സാധിച്ചെങ്കിൽ അത് ഭാഗ്യമായിട്ടെടുക്കുക. അത് ഈ ജീവിതത്തിൻ്റെ നിയോഗമാണെന്നറിയുക. എന്നിട്ട് ഭിന്നതകൾക്ക് മുൻപിൽ, എതിർത്ത് നിൽക്കുന്നവരുടെ മുൻപിൽ ഭയപ്പെടാതെയും തോറ്റോടാതെയും ക്രിസ്തുവിൻ്റെ അഗ്നി പടർത്തുന്ന മനുഷ്യരായി മാറാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി നമ്മൾ മുട്ടിന്മേൽ നിൽക്കുകയാണ്. എമ്മാവുസിലെ ശിഷ്യന്മാരുടെ ആ പ്രാർത്ഥന, ആ ഒരു വലിയ സന്തോഷം പങ്കുവയ്ക്കൽ, അവൻ നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ? നിത്യജീവനിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലായിരിക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഞങ്ങളുടെ ഹൃദയം ജ്വലിപ്പിക്കാൻ മനസ്സാകണമേ എന്ന അപേക്ഷയോടുകൂടി അവൻ്റെ തിരുമുൻപിൽ അവൻ്റെ ആശീർവാദത്തിനായി, നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ തീ പിടിപ്പിക്കുന്ന സ്വർഗത്തിൻ്റെ ആശീർവാദത്തിനായി പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. കർത്താവേ, ഞങ്ങളുടെ വീട്ടിലുള്ള ഭിന്നതകളെ ഒന്ന് വിളക്കി ചേർക്കുന്ന സ്വർഗത്തിൻ്റെ അഗ്നിയായി അങ്ങിറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിനെ അറിഞ്ഞിട്ടും ഓടി വരാത്ത, മനസ്സിലാക്കിയിട്ടും തള്ളിക്കളയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൂടെ സ്വർഗത്തിൻ്റെ അഗ്നിയാൽ ജ്വലിപ്പിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഐക്യം നിറയ്ക്കണമേ എന്ന്, ക്രിസ്തുവിൽ ഞങ്ങളെ ഒരുമിപ്പിക്കണമേ എന്ന്, നമ്മുടെ നാടിനെ, നമ്മുടെ വീടിനെ, നമ്മുടെ ബന്ധങ്ങളെ ക്രിസ്തുവിൽ ഒരുമിപ്പിക്കണേ എന്നുള്ള വലിയ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. നാളെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ക്രിസ്തു അവൻ ആഗ്രഹിച്ചതുപോലെ ഒരജഗണമായി മാറുന്ന, ഒരാട്ടിൻപറ്റമായി മാറുന്ന ഒരു പുതിയ പുലരിയിലേക്ക് ഉണരാൻ ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കുറങ്ങാൻ പോവാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.